സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചു. മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശയ്ക്ക് ഗവർണറുടെ അംഗീകാരം. സംഘപരിവാർ അനുകൂലിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിനെതിരെ കോൺഗ്രസിൽ തർക്കം. ഹൈക്കമാൻഡ് ഇടപെടലിനിടയിൽ നിയമനത്തിന് അംഗീകാരം നൽകി ഗവർണർ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി മുന്നോട്ടു പോകുമെന്ന സൂചന നൽകിയ മുഖ്യമന്ത്രി വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കുമെന്ന് ധനബില്ലിലുള്ള മറുപടി പ്രസംഗത്തിൽ സതീശൻ. ബജറ്റിന്റെ ശോഭ കെടുത്താനുള്ള ഇടപെടലിൽ ചിലർ കൂടെ കൂടിയെന്നും കുറ്റപ്പെടുത്തൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ അദാനിയും സർക്കാരും രണ്ടു തട്ടിൽ. MSCയുടെ നിക്ഷേപം സർക്കാർ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി. അനുമതിയില്ലാതെ ഓഹരി കൈമാറാനാകില്ലെന്നും VD സതീശൻ. മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല. നിക്ഷേപത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ്. LDF നേട്ടമെന്ന് ദേശാഭിമാനിയിൽ ലേഖനം. PSC ക്രമക്കേടിൽ കടുത്ത നിലപാടിൽ മുഖ്യമന്ത്രി. ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ മന്ത്രിസഭയിൽ തർക്കം. മാസപ്പടി കേസിൽ റിയാസിനെതിരെയും ED അന്വേഷണം. മുൻ മന്ത്രിയുടെ പണമിടപാടുകൾ പരിശോധിക്കും. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ എത്തിയോ എന്നതിൽ വ്യക്തതയ്ക്ക് ED. അയോധ്യ ക്ഷേത്രക്കൊള്ള അന്വേഷിക്കാൻ EDയും. ED ഇടപെടൽ തേടി UP സർക്കാർ കത്ത് നൽകും. ആരെയും വെറുതെ വിടില്ലെന്ന് യോഗി ആദിത്യനാഥ്. തന്നെ ഒറ്റിയതാണെന്ന് ചമ്പത് റായ്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിനെ താഴെയിറക്കാൻ കോഴ വാഗ്ദാനമെന്ന ആരോപണം. 35 കോടി രൂപ വാഗ്ദാനവുമായി സമീപിച്ചെന്ന് TVK MLA. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. 15 TVK MLAമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം. GST സമാഹരണത്തിലെ വളർച്ചാ നിരക്കിൽ ജൂണിൽ മുന്നിലെത്തി കേരളം. കേരളം നേടിയത് 11% വളർച്ച. 2025 ജൂണിലെ 2850 കോടി രൂപയിൽ നിന്ന് 3750 കോടി രൂപയിലെത്തി. ദേശീയതലത്തിലെ മൊത്തം GST സമാഹരണം കഴിഞ്ഞ 13 മാസത്തെ ഉയരത്തിൽ. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. ഇറാൻ US ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ലെന്ന് ഖത്തർ. അമേരിക്കയിലെ ഇന്ധന പമ്പ് ഉടമകൾക്ക് ട്രംപിന്റെ മുന്നറിയിപ്പ്. എണ്ണവില ഉടൻ കുറച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണി. എണ്ണവില കുറഞ്ഞിട്ടും പമ്പുകളിൽ വില അന്യായമായി ഉയർന്ന നിലയിലാണെന്ന് ട്രംപ്. ശ്രീലങ്ക പെട്രോൾ ഡീസൽ വില കുറച്ചു. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കം. കണക്കെടുപ്പിന് ഉദ്യോഗസ്ഥർ. ഏറ്റവും അധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലയിൽ. കുറവ് ഇടുക്കി. ലോകകപ്പ് നോക്കൌട്ടിൽ ഇംഗ്ലണ്ട് ഇന്ന് കോങ്കോയ്ക്കെതിരെ. പോരാട്ടം രാത്രി 9:30. ബെൽജിയം സെനഗൽ പോരാട്ടം രാത്രി 1:30. USA നാളെ ബോസ്നിയക്കെതിരെ.